വെൽക്കം ബാക്ക് ടു എജുപോഡ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ജോഗ്രഫിയുടെ പ്രധാനപ്പെട്ട എസ്സേ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? ഓക്കെ അല്ലേ? റെഡി അല്ലേ നിങ്ങൾ? അപ്പോൾ ഈ വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള അല്ലെ, കൂടുതലാണ്. ദെൻ ഒരു 17-18% ചാൻസ് കൂടുതലുള്ള കുറച്ച് എസ്സേ ടോപ്പിക്സ് നമുക്ക് നോക്കാം. റെഡി ആണല്ലോ? നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പോൾ നിങ്ങൾ ഇതുവരെ എജുപോർട്ടിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ന്യൂ ആയിട്ടുള്ള ബൂസ്റ്റർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ പ്രൈസ് ആണ് 1,999 ആണ് നമ്മൾ ഈടാക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി വരാൻ പോകുന്ന പബ്ലിക് എക്സാമുകളും മോഡൽ എക്സാമുകളും ഒക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഒരു നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണ്ടേ? ഇനി നമുക്ക് വളരെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ക്രിസ്മസ് എക്സാം പെട്ടെന്ന് കഴിയും, അത് കഴിഞ്ഞ് അടുത്ത മോഡലും പബ്ലിക്കും എല്ലാം നമ്മുടെ മുന്നിലോട്ട് എത്തും. അപ്പൊ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നല്ലൊരു മാർക്ക് വാങ്ങിയിട്ട് നമുക്ക് ആ ഒരു സബ്ജക്റ്റ് ഇവിടെ പറഞ്ഞ് പോകണ്ടേ? ആണല്ലോ? ഫ്യൂച്ചർ നല്ല പ്ലാനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, നല്ല മാർക്കോടെ നിങ്ങൾക്ക് നല്ല മാർക്കോടെ നിങ്ങൾക്ക് പാസ് ആവണമെങ്കിൽ നമ്മുടെ ന്യൂ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. എന്തൊക്കെയാണ് നോക്കൂ, എക്സ്ക്ലൂസീവ് സ്റ്റഡി ഗ്രൂപ്പ് ബൈ മെന്റേഴ്സും, അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഡൗട്ട് ക്ലിയറൻസ് ബൈ ടീച്ചേഴ്സ്. ദെൻ നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റർ കിട്ടുന്നതായിരിക്കും. ദെൻ ഈ പകുതിക്ക് വെച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും ഫുൾ ചാപ്റ്റർ കിട്ടുമെന്ന്. കിട്ടും ഫുൾ ചാപ്റ്റർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫെബ്രുവരി 1st വീക്ക് ആവുമ്പോഴേക്കും നമ്മൾ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആക്കും. ദെൻ ഫെബ്രുവരി മാർച്ചിൽ ഫുൾ നമ്മൾ റിവിഷൻ ആൻഡ് മോഡൽ എക്സാം ആയിരിക്കും. അതുപോലെ 3 സെറ്റ് ഓഫ് എക്സാംസ്, പേഴ്സണൽ മെന്റോറിംഗ്, സബ്ജക്ട് വൈസ് ക്ലബ്സ് ആൻഡ് വാട്സ്ആപ്പ് ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. ദെൻ നമ്മുടെ മെയിൻ എന്താണ് നമുക്ക് എന്താണ് വേണ്ടത്? എന്താണ്? A+ അല്ലേ? നല്ല മാർക്കാണ് നമുക്ക് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക, ഇനി മുതൽ അങ്ങോട്ടൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ആക്കുക. അപ്പോൾ നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ദെൻ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഈ ജോഗ്രഫിയുടെ പ്രധാനപ്പെട്ട എസ്സേ ക്വസ്റ്റ്യൻസ് എങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും അല്ലെ? ക്വസ്റ്റ്യൻസ് മാത്രമല്ല, വിത്ത് ആൻസേഴ്സും കൂടെയാണ്. എങ്ങനെ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ +2 ക്രിസ്മസ് എക്സാമിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നോട്ട്സ് മാത്രമല്ല, മൈക്രോബീറ്റ്, ഓൾ ലൈവ് ലിങ്ക് ആൻഡ് ഡെയിലി സ്റ്റഡി പ്ലാൻസ്, ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ സെറ്റ് ആണല്ലോ? അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് നോക്കാം നമ്മുടെ പ്രധാനപ്പെട്ട എസ്സേ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത്. വാ, ഫസ്റ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നോക്കാം. Find out and write down the factors that influence the location of industries. വ്യവസായങ്ങളുടെ സ്ഥാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതുക. അറിയാലോ ഏതൊക്കെയാണ് ഘടകങ്ങൾ എന്നുള്ളത്? വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അതിലൊന്നാണ് ഏത്? ആക്സസ് ടു മാർക്കറ്റ്, കമ്പോള സാമീപ്യം, ആക്സസ് ടു raw material, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, ഗവൺമെന്റ് പോളിസി, അവൈലബിലിറ്റി ഓഫ് ലേബർ, എനർജി അവൈലബിലിറ്റി. The last one is availability of transport, communication and facilities. ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ ലഭ്യത. ഇപ്പൊ തന്നെ അങ്ങോട്ട് പഠിച്ചിട്ട് പോവുക. ഇത്രയും എന്ത് ചെയ്യണം, നിങ്ങൾ എസ്സേ ചോദിക്കുമ്പോ ഇങ്ങനെ മാത്രം ഇത് ഫുൾ മാർക്ക് കിട്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? എന്താണ് ആക്സസ് ടു മാർക്കറ്റ് നോക്കാം. എന്താണ് കമ്പോള സാമീപ്യം നോക്കാം. മാർക്കറ്റ് ആസ് നീഡ് ടു സെൽ ആൻഡ് ഷിപ്പ് ഗുഡ്സ് പ്രൊഡ്യൂസ് ഇൻ ഫാക്ടറീസ്. ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന വസ്തുക്കൾ വിറ്റഴിക്കുന്നതിന് എന്ത് വേണം? കമ്പോളം വേണ്ടേ? വിപണി വേണ്ടേ? വേണം. Then the most important factor in determining the location of industries is മാർക്കറ്റ് പ്രോക്സിമിറ്റി. അതായത് വ്യവസായങ്ങളുടെ സ്ഥാന നിർണയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഏത് പറയുന്നത്? കമ്പോളം എന്ന് പറയുന്നത്. Then a market is defined as the people who are able to buy the products of factories from
cellulose. In areas where only a few people live, the market will be small. ഫാക്ടറിയിലെ ഉൽപ്പന്നങ്ങൾ ആവശ്യമുള്ള അവ വിൽപ്പനക്കാരിൽ നിന്ന് വാങ്ങാൻ ശേഷിയുള്ള ജനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്പോളം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നു. അപ്പൊ ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ കമ്പോളം എന്തായിരിക്കും? വലുതായിരിക്കും അല്ലെ? കുറച്ചാളുകൾ മാത്രം താമസിക്കുന്ന പ്രദേശങ്ങളിലാണെങ്കിലോ കമ്പോളം ചെറുതായിരിക്കും. അപ്പൊ വ്യത്യാസം മനസ്സിലായല്ലോ. then മറ്റൊന്നാണ് access to raw material അല്ലെ? ഒരു ഫാക്ടറി നിങ്ങൾ സ്ഥാപിക്കാൻ പോവാണ്, ഒരു ഇൻഡസ്ട്രി. അപ്പൊ നിങ്ങൾ ആ സ്ഥാപിക്കുമ്പോൾ ഏതാണോ നിങ്ങൾ ആ ഫാക്ടറിയുടെ മെയിൻ റോ മെറ്റീരിയൽ നോക്കൂലേ? ആ റോ മെറ്റീരിയൽ എവിടുന്നാണോ കിട്ടുന്നത് അവിടെല്ലാം നിങ്ങൾ ആ ഫാക്ടറി കൊണ്ടുപോയി സ്ഥാപിക്കുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഗതാഗത ചെലവ് കുറയ്ക്കുന്നതിനായി വ്യവസായങ്ങൾ അസംസ്കൃത വസ്തുക്കളുടെ ഉറവിടത്തിന് സമീപം സ്ഥാപിക്കുന്നു. ഉദാഹരണം, ഇരുമ്പ് സ്റ്റീൽ വ്യവസായങ്ങൾ ഖനന പ്രദേശങ്ങൾക്കടുത്താണ് ഉണ്ടാവുക. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഷുഗർ കെയിൻ അറിയാലോ, പഞ്ചസാര ഉണ്ടാക്കുന്ന അസംസ്കൃത വസ്തുവാണ് ഏത്? കരിമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കരിമ്പ് തോട്ടങ്ങൾക്കടുത്തായിരിക്കും പഞ്ചസാര വ്യവസായം ഉണ്ടായിരിക്കും. അപ്പൊ എവിടെയാണോ റോ മെറ്റീരിയൽ കിട്ടുന്നത് അതിന്റെ അടുത്തായിരിക്കും അല്ലെ, വളരെ ചെറിയ ദൂരത്തിലായിരിക്കും എന്തുണ്ടാവുക? ആ ഫാക്ടറി അവിടെ ഉണ്ടാവുക. മറ്റൊന്നാണ് ഗവൺമെന്റ് പോളിസിയാണ് അല്ലെ. ഗവൺമെന്റ് പോളിസി എന്തായാലും അത്യാവശ്യമാണ്. നോക്കാം. വ്യവസായങ്ങളുടെ സ്ഥാന നിർണയത്തിൽ ഗവൺമെന്റ് നയം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ വ്യവസായങ്ങൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ അവ സ്ഥാപിക്കുന്നതിനോ വേണ്ടിയുള്ള പ്രാദേശിക നയങ്ങൾ ഗവൺമെന്റ് രൂപം നൽകുന്നു. ഇതിന്റെ ഫലമായി ചില പ്രത്യേക പ്രദേശങ്ങളിൽ വ്യവസായങ്ങൾ സ്ഥാപിക്കപ്പെടുന്നു. മറ്റൊന്നാണ് അവൈലബിലിറ്റി ഓഫ് ലേബർ. ഫാക്ടറി ഉണ്ടാക്കിയിട്ട് അവിടെ തൊഴിലാളികൾ ഇല്ലെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കൂ അല്ലെ. എത്രത്തോളം മെഷീൻസ് ഉണ്ടെങ്കിലും അത് പ്രവർത്തിപ്പിക്കാൻ തൊഴിലാളി വേണ്ടേ? വേണം. അപ്പോൾ നമുക്ക് നോക്കാം. എന്താണ് അവൈലബിലിറ്റി ഓഫ് ലേബർ ഈസ് ആൻ important factor influencing the location of industries. തൊഴിലാളികളുടെ ലഭ്യത വ്യവസായങ്ങളുടെ സ്ഥാന നിർണയത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. പടകല്ല കേട്ടോ, ഓക്കെ. ചില വ്യവസായങ്ങൾക്ക് വിദഗ്ധരായ തൊഴിലാളികളുടെ സേവനം അത്യാവശ്യമാണ്. മറ്റൊന്നാണ് എനർജി അവൈലബിലിറ്റി. ഒരു ഫാക്ടറി ഉണ്ടെങ്കിൽ അത് ചുമ്മാ അങ്ങോട്ട് പ്രവർത്തിക്കുമോ? അതിനെന്ത് വേണം? ഏതെങ്കിലും ഒരു എനർജി അതിന് ഉണ്ടെങ്കിൽ, ഒരു ഊർജ്ജം ഉണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുള്ളൂ. അതിലൊന്നാണ് ഏതൊക്കെ എനർജികളാണ് നോക്കാം. അലൂമിനിയം വ്യവസായത്തെ പോലെ കൂടുതൽ ഊർജം ഉപയോഗിക്കുന്ന വ്യവസായങ്ങളെയും സ്ഥാന ഊർജ വിതരണത്തിന്റെ ഉറവിടത്തിന് തന്നെ ആയിരിക്കണം. ഇപ്പൊ മുമ്പ് കൽക്കരി ആയിരുന്നു പ്രധാനമായിട്ടും ഊർജമായിട്ട് ഫാക്ടറികളിൽ ഉപയോഗിച്ചിരുന്നത്. എന്ത് കൽക്കരി ഉണ്ടോ? കുറവല്ലേ. ഇന്ന് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഇത് ഒന്നെങ്കിൽ ജലവൈദ്യുതി ആയിരിക്കും, അല്ലെങ്കിൽ പെട്രോളിയം തുടങ്ങിയ ഊർജങ്ങൾ ഉപയോഗിച്ചാണ് ഇന്നത്തെ മിക്ക ഫാക്ടറികളും പ്രവർത്തിക്കുന്നത്. ഓക്കെ ആണല്ലോ. മറ്റൊന്നാണ് അവൈലബിലിറ്റി ഓഫ് ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. എന്താണ്? അസംസ്കൃത വിഭവങ്ങൾ ഫാക്ടറികളിലേക്ക് കൊണ്ടുവരാനും റോ മെറ്റീരിയൽസ് നേരെ ഫാക്ടറിയിലെത്തി ലോഡ് ഇറക്കുന്നു. ആ ഫാക്ടറിയിൽ നിന്ന് നിർമ്മിച്ച ഫിനിഷ്ഡ് ഗുഡ്സ് കമ്പോളങ്ങളിലേക്ക് മാർക്കറ്റിലോട്ട് എത്തിക്കാനും എന്ത് വേണം? വേഗതയേറിയതും കാര്യക്ഷമവുമായ ഗതാഗത സൗകര്യങ്ങൾ അത്യാവശ്യമാണ്. വ്യവസായങ്ങളുടെ സ്ഥാന നിർണയത്തിൽ ഗതാഗത ചെലവ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെയാണ് വ്യവസായത്തിന്റെ സ്ഥാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഉള്ള പഠിച്ചില്ലേ? തെറ്റാണല്ലോ. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം നോക്കാം. എന്താണ്? എക്സ്പ്ലെയിൻ ദ മേജർ ഫങ്ഷൻ ഓഫ് റീറ്റെയിൽ ട്രേഡിംഗ് സർവീസസ്. ഹൗ ആർ ദ ഡിഫറെന്റ് ഫ്രം ദി ഫങ്ഷൻസ് ഓഫ് ഹോൾസെയിൽ ട്രേഡിംഗ് സർവീസ്. ഈ രണ്ട് ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു വെക്കുക. എന്തായാലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ ആണല്ലോ. എന്താണ് ചില്ലറ വ്യാപാര സേവനങ്ങളുടെ പ്രധാന ധർമ്മങ്ങൾ വിശദീകരിക്കുക. അതിന് കൂടെ തന്നെ മൊത്ത വ്യാപാര
സേവനങ്ങളുടെ ധർമ്മങ്ങളിൽ നിന്ന് ഇവ തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഫങ്ഷൻസ് ഓഫ് റീറ്റെയിൽ ട്രേഡിംഗ് സർവീസസ്. എന്താണ്? പ്രൊവൈഡിങ് ഗുഡ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി. അപ്പൊ നമ്മൾ ഈ റീറ്റെയിൽ ട്രേഡിംഗ് സർവീസ് അല്ലെങ്കിൽ അതുപോലെ ഷോപ്പിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് സാധനങ്ങൾ വളരെ ചെറിയ അളവിൽ നമുക്ക് ലഭിക്കും. Then retail break bulk and sell goods in small unit according to consumer needs. അപ്പോൾ വസ്തുക്കൾ വലിയ തോതിൽ വാങ്ങി ചെറിയ യൂണിറ്റുകളായി ഉപഭോക്താക്കൾക്ക് വിൽക്കുന്ന, നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളില്ലേ, എല്ലാ സാധനങ്ങളും ഉണ്ടാവും അല്ലെ, പലചരക്ക് ഉണ്ടാവും, അരി, ഉള്ളി, then പച്ചക്കറി, എല്ലാ വസ്തുക്കളും ഉള്ള കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവും. അത് ഏതിൽ ഉൾപ്പെടും? നമ്മുടെ റീറ്റെയിൽ ട്രേഡിംഗ് സർവീസിൽ ഉൾപ്പെടും. നമുക്ക് 3 കോഴിമുട്ട വേണമെങ്കിൽ 3 എണ്ണം കിട്ടും, ഒരെണ്ണാണെങ്കിൽ നമുക്ക് അവിടെ പോയാൽ കിട്ടും. ഓക്കെ, മറ്റൊന്നാണ് ഏത്? ഓഫറിംഗ് എ വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് അല്ലെ, വൈവിധ്യമുള്ള ഉൽപ്പന്നങ്ങൾ നൽകുക. ഒരേ സ്ഥലത്തെ പല ബ്രാൻഡുകളും ഗുണനിലവാരങ്ങളുമുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് നൽകുന്നു. Then third one is collecting മാർക്കറ്റ് ഇൻഫർമേഷൻ ആണ്. എന്താണ്? മാർക്കറ്റ് വിവര ശേഖരണം. ഉപഭോക്താക്കളുടെ രുചി, അവരുടെ ഇഷ്ടങ്ങളെ, പ്രവണത, ആവശ്യങ്ങൾ എന്നിവ മനസ്സിലാക്കി ഇത് ഹോൾസെയിൽമാർക്കും നിർമ്മാതാക്കൾക്കും അല്ലെ അറിയിക്കുന്നു. മറ്റൊന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹോൾസെയിൽ അല്ലെ, മൊത്ത വ്യാപാരമാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ എന്തായിരിക്കും? ഹോൾസെയിൽ സെല്ലേഴ്സ് ടു റീറ്റെയിൽ നോട്ട് ടു കൺസ്യൂമർ. ഇവിടെ എന്താണ്? ഹോൾസെയിലർമാർ റീറ്റെയിൽമാർക്കാണ് ഇവിടെ വിൽക്കുന്നത്. അപ്പൊ ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ എന്താവും? ഹോൾസെയിൽ നമുക്ക് അവിടെ മൊത്തമായിട്ട് ഇപ്പൊ ഒരു ഓയില്, ഒരു സൺഫ്ലവറിന്റെ ഓയില് മാത്രം നമുക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പോകണം, മൊത്ത കച്ചവടക്കാരെടുത്ത് പോയിട്ട് പോകണം. അവിടെ നമുക്ക് ഇത്ര ബൾക്കായിട്ട് സാധനം വാങ്ങിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഈ ഇപ്പോഴത്തെ കാലം നമുക്ക് ഓൺലൈനിൽ പല ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഡ്രസ്സ് ആയിക്കോട്ടെ, ഓർണമെന്റ്സ് ആയിക്കോട്ടെ, പലതിലും ഇപ്പൊ ബിസിനസ് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കും ഇവര് ഇതുപോലെ ഏതെങ്കിലും ഒരു ഹോൾസെയിൽ ആൾക്കാരെ എടുത്ത് പോയിട്ട് എന്ത് ചെയ്യും? ഇന്ന സാധനം, ഇപ്പൊ ഡ്രസ്സ് ആണെങ്കിൽ ഇന്ന സാധനം മൊത്തമായിട്ട് ബൾക്കായിട്ട് ഇത്ര എമൗണ്ട് സാധനങ്ങൾ വാങ്ങിച്ചത് നമ്മളെ പോലെയുള്ള റീറ്റെയിൽ സെല്ലേഴ്സ് ആയിട്ട് അവർ ഉപഭോക്താക്കൾക്ക് ഒന്നാണ് ആവശ്യമെങ്കിൽ ഓരോന്നായിട്ടത് വിൽക്കുന്നുണ്ട്. ആ വ്യത്യാസമാണ് ഇവിടെ വരുന്നത്. ഓക്കെ ആണല്ലോ? then wholesalers sell in large quantity. ഇവിടെ വലിയ അളവിലാണ് ഇവര് വിൽപ്പന നടത്തുന്നത്. അത് പ്രധാനമായും സ്റ്റോറേജ്, ബൾക്ക് ബ്രേക്കിംഗ്, ഫിനാൻസ്, ട്രാൻസ്പോർട്ട് എന്നിവ ചെയ്യുന്നു. ഹോൾസെയിൽമാർ കുറച്ച് ഉപഭോക്താക്കളെ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇവർക്ക് ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടാവില്ല, കുറച്ച് ആളുകളാവും ഇവർക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ വ്യത്യാസം മനസ്സിലായല്ലോ. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ടോപ്പിക്കാണ് പനാമ കനാൽ ആൻഡ് സൂയസ് കനാൽ ഇൻ ദ ടേം ഓഫ് ലൊക്കേഷൻ, structure and importance. This is a very important topic. Then compare എന്താണ്? സ്ഥാനം, ഘടന, പ്രാധാന്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പനാമ കനാലിനെയും സൂയസ് കനാലിനെയും താരതമ്യം ചെയ്യുക. ഈ ഒരു ഭാഗത്ത് നിന്ന് എസ് ചോദിച്ചില്ലെങ്കിൽ ഷോർട്ട് ടെസ്റ്റ് എന്തായാലും ചോദിക്കും. നമുക്ക് നോക്കാം എന്താണ് പനാമ കനാൽ, സൂയസ് കനാൽ. അത് ലൊക്കേഷൻ ബേസ്ഡ് ആണ്. എവിടെയാണ് പനാമ കനാൽ ഉള്ളത്? ഇന്ത്യയിലാണോ? നോക്കാം. ലൊക്കേഷൻ ഇൻ സെൻട്രൽ അമേരിക്ക, അക്രോസ് ദ ഇസ്ത്മസ് ഓഫ് പനാമ കണക്ടിങ് ദി അറ്റ്ലാന്റിക് ഓഷ്യൻ വിത്ത് ദ പസഫിക് ഓഷ്യൻ. അപ്പൊ സെൻട്രൽ അമേരിക്കയിലെ പനാമ ഇസ്തമയിലുള്ള കടന്നു പോകുന്നു. അറ്റ്ലാന്റിക് സമുദ്രം, പസഫിക് സമുദ്രം എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഒരു കനാലും കൂടിയാണ് ഏത്? പനാമ കനാൽ. മറ്റൊന്നാണ് ഏത്? സൂയസ് കനാൽ. എവിടെയാ? ലൊക്കേഷൻ ഇൻ ഈജിപ്ത്, കണക്ടിങ് ദി മെഡിറ്ററേനിയൻ സീ വിത്ത് റെഡ് സീ ഇൻ നോർത്ത് ഈസ്റ്റേൺ ആഫ്രിക്ക. മറ്റൊന്നാണ് സ്ട്രക്ചറിന്റെ ബേസിൽ നമുക്ക് നോക്കാം. പനാമ കനാൽ ലോക്ക് ബേസ്ഡ് കനാൽ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലോക്ക് ബേസ്ഡ് കനാലാണ് ഏത്? പനാമ കനാല്. സൂയസ് കനാലോ? സീ ലെവൽ കനാലാണ് ഏത് പറയുന്നേ? സൂയസ് കനാല്.
Panama Canal ship are lifted and lowered using system of locks because the land surface is uneven and includes lakes. ഇവിടെ ഭൂപ്രകൃതി അസമമായതിനാൽ കപ്പലുകൾ ലോക്കുകൾ ഉപയോഗിച്ച് ഉയർത്തുകയും താഴ്ത്തുകയും കടത്തിവിടുകയും ചെയ്യുന്ന ഒരു കനാലാണ് ഏത് പറയുന്നത്? ഏതാണ്? നമ്മുടെ പനാമ കനാൽ. ഓക്കെ, അപ്പൊ സൂയസ് കനാൽ എങ്ങനെയാണ്? ഇവിടെ ഒരു എന്തില്ല, നോ ലോക്സ് ആർ നീഡഡ് ബിക്കോസ് ദ ലാൻഡ് ഈസ് ഫ്ലാറ്റ്. അല്ലെ, ഫ്ലാറ്റ് ആയതോടെ ലോക്സ് ഒന്നും ആവശ്യമില്ല. ആൻഡ് ബോത്ത് സീ ആർ അറ്റ് ദി സെയിം ലെവല്. ഇവിടെ സമുദ്രനിരപ്പിൽ കനാലാണ് അല്ലെ, സീ ലെവലില് ലാൻഡ് എന്താണ്? ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, താഴ്ചയോ ഇറക്കങ്ങളോ ഒന്നുമില്ല. അതിനാൽ ഭൂമുഖം സമതലമായതിനാൽ ലോക്കുകൾ ആവശ്യമില്ല. നേരെ അങ്ങോട്ട് കപ്പലുകൾക്ക് പോകാൻ പറ്റും എവിടെ? സൂയസ് കനാലിന്റെ ഭാഗത്ത്. പക്ഷെ പനാമ കനാലിന്റെ ഭാഗത്ത് എന്താണ്? ലോക്ക് സിസ്റ്റം ഉണ്ട്. മറ്റൊന്നാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. പനാമ കനാൽ greatly reduce travel time between the sea and west coast of the America. Importance for trade between North America, South America and Asia. ഇവിടെ അമേരിക്കയുടെയും കിഴക്കൻ പശ്ചിമ തീരങ്ങൾക്കിടയിലെ ദൂരവും യാത്രാ സമയവും വലുതായി കുറയ്ക്കുന്നു. മാത്രമല്ല ഉത്തര ദക്ഷിണ അമേരിക്കയും ഏഷ്യയും തമ്മിലുള്ള വ്യാപാരത്തിന് പ്രധാനമാണ് ഏത്? പനാമ കനാല്. മറ്റൊന്നാണ് സൂയസ് കനാലിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? യൂറോപ്പ് ഏഷ്യ ഇടയിലുള്ള ഏറ്റവും ചുരുങ്ങിയ കടൽ മാർഗമാണ് ഏത്? നമ്മുടെ സൂയസ് കനാല്. ദെൻ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്ന് എണ്ണയും ഏഷ്യയിൽ ഉൽപ്പന്നങ്ങളും യൂറോപ്പിലോട്ട് എത്തിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു കനാലാണ് ഏത്? സൂയസ് കനാല്. അപ്പോ പനാമ കനാലിന്റെയും സൂയസ് കനാലിന്റെയും ലൊക്കേഷന്, ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. എക്സ്പ്ലെയിൻ 4 ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് പോർട്ട്. എന്താണ്? അറിയാലോ, 4 തരം തുറമുഖങ്ങളെ കുറിച്ച് വിശദീകരിക്കും. ഏതൊക്കെയാണത്? കണ്ടല്ലോ, അറിയാലോ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്നാണ് ഓയിൽ പോർട്ട്, എണ്ണ തുറമുഖങ്ങള്. ദെൻ പോർട്ട് ഓഫ് കോൾ, സന്ദർശന തുറമുഖങ്ങള്. എൻട്രി പോർട്ട്, ചരക്കു സംഭരണ തുറമുഖങ്ങള്. നേവൽ പോർട്ട്, നാവിക തുറമുഖങ്ങള്. അപ്പൊ എന്താ ചെയ്യാ? 4 എണ്ണം പഠിച്ചു വെക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നോക്കാം എന്താണ് ഓയിൽ പോർട്ട് അല്ലെങ്കിൽ എണ്ണ തുറമുഖങ്ങൾ. ഓയിൽ പോർട്ടുകൾ 2 തരത്തിൽ, 2 ടൈപ്സ്. ഒന്നേതാണ്? ടാങ്കർ പോർട്ട് ആൻഡ് റിഫൈനറി പോർട്ടുകൾ. ദെൻ അവയുടെ പ്രധാന പ്രവർത്തനം എണ്ണ സംസ്കരണവും ഷിപ്പിങ്ങും ആണ്. ദെൻ വെനസ്വേലയിലെ മരക്കൈബോ ഒരു ടാങ്കർ തുറമുഖത്തിന് ഉദാഹരണമാണ്. അപ്പോ നോട്ട് ചെയ്ത് വെക്ക. മാരക്കൈബോ ഇൻ വെനസ്വേല എന്താണ്? ഓയിൽ പോർട്ടിലെ ടാങ്കർ പോർട്ടിന് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുക കേട്ടോ. ദെൻ അബാഡോൺ ഇൻ ദ പേർഷ്യ ഈസ് എ റിഫൈനറി പോർട്ടിന് എക്സാമ്പിൾ ആണ് ഏത്? അബാഡോണിലെ പേർഷ്യ. ഓക്കെ ആണല്ലോ? നോട്ട് ചെയ്ത് വെക്കാം. ദെൻ മറ്റൊന്നാണ് ഏത്? സന്ദർശന തുറമുഖങ്ങളാണ്. ഇവ യഥാർത്ഥത്തിൽ എന്തിനാ ഉപയോഗിക്കുന്ന തുറമുഖം? ഇന്ധനം നിറയ്ക്കുന്നതിനും നനയ്ക്കുന്നതിനും ഭക്ഷ്യവസ്തുക്കളുടെ സ്റ്റോക്കുകൾ കയറ്റുന്നതിനും ഒക്കെയാണ് കപ്പലുകൾ വന്നു പോകുന്ന തുറമുഖമാണ് ഏത്? സന്ദർശന തുറമുഖങ്ങള്. മറ്റൊന്നാണ് ഏത്? എൻട്രി പോർട്ട് അല്ലെ, ചരക്കു സംഭരണ തുറമുഖങ്ങൾ. ഇവിടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്കുകളുടെ ശേഖരണ കേന്ദ്രങ്ങളാണ് ഇത് ഈ തുറമുഖങ്ങൾ. സിംഗപ്പൂർ ഏഷ്യയിലെ ഒരു തുറമുഖമാണ്. യൂറോപ്പിന് റോട്ടർഡാം, ബാൾട്ടിയ മേഖലയ്ക്ക് കോപ്പൻഹേഗനും എന്താണ് പ്രധാനപ്പെട്ട ചരക്കു സംഭരണ തുറമുഖങ്ങളാണ്. മറ്റൊന്നാണ് നേവൽ പോർട്ടാണ് അല്ലെ, നാവിക തുറമുഖങ്ങൾ. യുദ്ധ കപ്പലുകൾക്ക് മാത്രം സേവനം നൽകുന്ന തുറമുഖമാണ് ഏത്? നേവൽ പോർട്ട്. ദെൻ റിപ്പയർ വർക്ക് ഷോപ്പുകൾ അവിടെ ലഭ്യമാണ്. കേരളത്തിലെ കൊച്ചിയിൽ അത്തരം ഒരു നേവൽ തുറമുഖം നമുക്ക്
കാണാൻ പറ്റും. അപ്പൊ ഓരോ തുറമുഖം എന്താണ് അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. Then explain the concept of watershed management and rainwater harvesting is the main object. This is a very important, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് കേട്ടോ. വാട്ടർഷെഡ് മാനേജ്മെന്റും അതുപോലെ തന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങും. നീർത്തട പരിപാലനം, മഴവെള്ള സംഭരണം എന്നിവയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? What is the watershed management? എന്താണ് watershed management? Refers to the planned use and conservation of land, water and vegetation within a watershed area. It aims to protect natural resources, reduce soil erosion, improve water availability and support sustainable agriculture. ഒരു പ്രദേശത്തിലെ ഭൂമി, ജലം, സസ്യവർഗങ്ങൾ എന്നിവയെ സംരക്ഷിച്ചും ശാസ്ത്രീയമായി ഉപയോഗിച്ചും വികസിപ്പിച്ചും നടത്തുന്നത് വാട്ടർഷെഡ് മാനേജ്മെന്റ് ആണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? മണ്ണൊലിപ്പ് കുറയ്ക്കുന്നു, അതുപോലെ തന്നെ വെള്ളം സംഭരണം വർദ്ധിപ്പിക്കുകയും കൃഷി ഉൽപാദനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മെയിൻ ഒബ്ജക്റ്റീവ്സ് ഒന്നെന്താണ്? മണ്ണിന്റെയും വെള്ളത്തിന്റെയും സംരക്ഷണം ആൻഡ് മണ്ണൊലിപ്പ് കുറയ്ക്കൽ. മറ്റതാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. എന്താണ് എന്ന് നോക്കാം. മഴവെള്ളം റൂഫുകൾ, നിലമേൽ പമ്പുകൾ, ഓടകൾ എന്നിവയിൽ നിന്ന് ശേഖരിച്ച് പിന്നീട് ഉപയോഗിക്കൽ, ഒന്നുകൂടെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെള്ളം സംഭരിക്കുന്ന പ്രക്രിയയാണ് എന്ത്? റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഈ നല്ല മഴ ലഭിക്കുന്ന സമയത്ത് വെള്ളം സംഭരിക്കാൻ പല മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കാറുണ്ടല്ലോ. അതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? ഇൻക്രീസ് ദ അവൈലബിലിറ്റി ഓഫ് വാട്ടർ. അപ്പൊ നമുക്ക് സമ്മർ സീസണിലൊക്കെ വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് വെള്ളം ലഭ്യത വർദ്ധിക്കും. മറ്റൊന്നാണ് ഇത് റീചാർജ് ഗ്രൗണ്ട് വാട്ടർ അക്വിഫർ. ഭൂഗർഭജല നിരപ്പ് എന്താകും? നല്ല രീതിയിൽ വെള്ള സംഭരണ ശേഷി അതിന് കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ദ മേജർ advantages and disadvantages of conventional energy resources and non-conventional energy resources. ഇപ്പോ പരമ്പരാഗത ഊർജ സ്രോതസ്സുകളുടെയും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളുടെയും പ്രധാന ഗുണങ്ങളും ദോഷങ്ങളും എഴുതാൻ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യുക? അതിന് ആൻസർ ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഏതൊക്കെയാണ് കോൺവെൻഷണൽ എനർജി റിസോഴ്സസ്? അതിന്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ് നോക്കാം. പ്രൊവൈഡ് എ കണ്ടിന്യൂസ് ആൻഡ് റിലയബിൾ സപ്ലൈ ഓഫ് എനർജി. സ്ഥിരവും വിശ്വസനീയവുമായ ഊർജ വിതരണം നൽകുന്നു. They have well developed technology and infrastructure. സാങ്കേതികവും അടിസ്ഥാന സങ്കേതങ്ങളും വികസിപ്പിക്കുന്നു. Then they support large industries, transport and economic growth. വ്യവസായങ്ങൾക്കും ഗതാഗതത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും വലിയ പിന്തുണ നൽകുന്നു. They are highly efficient and easy to use. ഉപയോഗിക്കാനും ലഭിക്കാനും എന്താണ്? വളരെ എളുപ്പമായിരിക്കും. ഏതാണ്? കോൺവെൻഷണൽ എനർജി റിസോഴ്സസ്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തായിരിക്കും നോക്കാം. ഇതെന്താണ്? പുതുക്കാനാവാത്തതിനാൽ ഭാവിയിൽ നമുക്ക് ക്ഷാമം വരാനുള്ള സാധ്യത കൂടുതലാണ്. ആൻഡ് വായു മലിനീകരണം, കാർബൺ ഡൈ ഓക്സൈഡ് ഉത്സർജനം, ഗ്ലോബൽ വാർമിംഗ് എന്നിവയ്ക്കും പല രീതിയിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കാരണം. ഇപ്പൊ അമ്ലമഴ അറിയാലോ, ദെൻ ഗ്ലോബൽ വാർമിംഗ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുന്നുണ്ട്. ഖനനം, ഡ്രില്ലിംഗ് എന്നിവ നിർമ്മാണം ഭൂമി നശിപ്പിക്കുന്നുണ്ട്. വിലയിലുള്ള വ്യത്യാസം ഊർജ സുരക്ഷാ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ ഒരു അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് അതിന് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇനി നമുക്ക് നോക്കാം നോൺ കോൺവെൻഷണൽ എനർജി റിസോഴ്സസ് ആണ് അല്ലെ. ഈ എനർജി എന്താണ്? നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന എനർജിയാണ്. അതിന്റെ
ഗുണങ്ങൾ നോക്കും. They are renewable and will not get exhausted. അല്ലെ, പുതുക്കാവുന്നതും ക്ഷയിക്കാത്തതുമാണ്. Then they are clean and eco-friendly, producing little or no പൊല്യൂഷൻ. പരിസ്ഥിതി സൗഹൃദം, മലിനീകരണം വളരെ കുറവാണ്. The reduced dependence on fossil fuels. അല്ലെ, ഫോസിൽ ഇന്ധനങ്ങളിൽ ആശ്രയം കുറയ്ക്കുന്നു. They are suitable for rural and remote areas. ഗ്രാമപ്രദേശങ്ങളിലേക്കും ദൂരപ്രദേശങ്ങളിലേക്കും അനുയോജ്യമാണ്. ഇനി നമുക്ക് അതിന്റെ ഡിസഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം. എന്താണ്? ഇറ്റ് ഈസ് ദ ഇനീഷ്യൽ ഇൻസ്റ്റലേഷൻ കോസ്റ്റ്. അല്ലെ, നല്ല ചെലവേറിയതാണ്. ഇപ്പൊ നമ്മൾ ഈ സോളാർ പാനല്, വിൻഡ് മില്ലുകൾ, അതുപോലെ തന്നെ ടൈഡ് എനർജി പോലെയുള്ളൊക്കെ നമ്മൾ അത് ചെയ്യാൻ എന്താണ്, നല്ല കോസ്റ്റ് ഹൈ ആണ്. എനർജി ജനറേഷൻസ് ഡിപ്പെൻഡ് ഓൺ നാച്ചുറൽ കണ്ടീഷൻസ്. ഫോർ എക്സാമ്പിൾ സൺലൈറ്റ്, വിൻഡ്, ടൈഡ്. ടെക്നോളജി ആൻഡ് മെയിൻ്റെനൻസ് റിക്വയർഡ് സ്കിൽ, മാൻ പവർ. Some sources like wind and solar provide intermittent energy. അപ്പൊ അതിന്റെ നോക്കാട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോൺവെൻഷണൽ ആൻഡ് നോൺ കോൺവെൻഷണൽ എനർജി റിസോഴ്സിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നോക്കാം. ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് വെസ്റ്റ് കോസ്റ്റ് പോർട്ട് ഇൻ ഇന്ത്യ. ഏതൊക്കെയാണ്? ഒന്ന് കമന്റ് ചെയ്തേ. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്തുള്ള പോർട്ടുകൾ ഏതൊക്കെയാണ്? ഒന്ന് കമന്റ് ചെയ്തേ, നോക്കട്ടെ എത്ര പേർക്ക് അറിയാന്നുള്ളത്. ഓക്കെ, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തുറമുഖങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്നാണ് ഏത്? നമ്മുടെ കണ്ടില പോർട്ട്. എവിടെയാണ്? ഗുജറാത്ത്, അറിയാലോ. ഓക്കെ, ദെൻ ലാർജസ്റ്റ് പോർട്ട് ഓൺ ദി വെസ്റ്റ് കോസ്റ്റ്, മേജർ ഹാൻഡ്ലിംഗ് കാർഗോ, അല്ലെ, കൂടുതലായിട്ട് ആ പോർട്ടിൽ ഉണ്ടാവുന്നത്. ബിൽഡ് ആഫ്റ്റർ പാർട്ടീഷൻ ഓഫ് ഹാൻഡിൽ ലോസ് ഓഫ് കറാച്ചി പോർട്ട്. അപ്പോൾ നമ്മുടെ കറാച്ചി പോർട്ട് എവിടെ പോയി? പാകിസ്ഥാനിലോട്ട് പോയപ്പോൾ ആ ഒരു നഷ്ടം നികത്താൻ വേണ്ടി നിർമ്മിച്ച പോർട്ടാണ് ഏത്? കഞ്ചല പോർട്ട്. ഹാൻഡിൽ പെട്രോളിയം, ടെക്സ്റ്റൈൽ, സാൾട്ട്, ഫുഡ് ഗ്രെയിൻ, അയോൺ ആൻഡ് സ്റ്റീൽ. വെൽ കണക്റ്റഡ് വിത്ത് നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ. ലൊക്കേഷൻ ഇൻ ദി ഗൾഫ് ഓഫ് കച്ച്, ഗുജറാത്ത്, അറിയാലോ. ദെൻ സെക്കൻഡ് വൺ ഈസ് മുംബൈ പോർട്ട്. ലൊക്കേഷൻ എവിടെയാണ്? മഹാരാഷ്ട്ര. മാപ്പൊക്കെ വരട്ടെ ഇവിടുന്ന്. ഓക്കെ, ലാർജസ്റ്റ് നാച്ചുറൽ ഹാർബർ ഇൻ ഇന്ത്യ. ഡീപ് ഷെൽട്ടേർഡ്, സേഫ് ഫോർ ഷിപ്പ് ത്രൂ ഔട്ട് ദി ഇയർ, ഹാൻഡിൽസ് കോട്ടൺ, മെഷീനറി, കെമിക്കൽസ് ആൻഡ് പെട്രോൾ. ഇത്രയും കാര്യങ്ങളാണ് അവിടെ എന്ത് ചെയ്യണത്, കൂടുതലായിട്ട് തുറമുഖങ്ങളിൽ വരുന്നതും പോകുന്നതും. സർവ്സ് ഓൺ ദ ഇന്ത്യസ് മോസ്റ്റ് ഇൻഡസ്ട്രിയലൈസ്ഡ് hinterland, oldest and busy port in India. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയതും തിരക്കേറിയതുമായിട്ടുള്ള പോർട്ടാണ് ഏത്? മുംബൈ പോർട്ട്. ഇവിടുത്തെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് ജവഹർലാൽ നെഹ്റു പോർട്ട്. നമുക്ക് നോക്കാം. ജവഹർലാൽ നെഹ്റു പോർട്ട് മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യസ് ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട്. വൺ വേർഡ് പ്രതീക്ഷിക്കാം. Then modern automated handle major container traffic. Will reduce the congestion of Mumbai port. Good railroad connectivity to hinterland. ആ മുംബൈ പോർട്ടിയുടെ കൺജഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച പോർട്ടാണ് ഏത്? ജവഹർലാൽ നെഹ്റു പോർട്ട്. നെക്സ്റ്റ് വൺ ഈസ് മർമഗോവ പോർട്ട്. എവിടെയാണ്? Goa, one of the India's oldest port, major export of iron ore. Then location near mining areas, efficient ore handling facilities, natural harbor with deep water. Then New Mangalore. എവിടെയാണ്? കർണാടകയിലാണ്. Then serves Karnataka industrial and agricultural regions. Handle petroleum products, fertilizers, cashew, coffee. Deep water, all weather port. Then gateway for important for Mangalore refineries. അപ്പോൾ മാംഗ്ലൂർ റിഫൈനറികളുടെ പ്രധാന ഗേറ്റ്വേ ആണ് ഇത് പറയുന്നത് നമ്മുടെ ന്യൂ മാംഗ്ലൂർ പോർട്ട്. നമ്മുടെ സ്വന്തം കൊച്ചിൻ പോർട്ട് എവിടെയാണ്?
Kerala. Then location on Wellington Island, natural harbor, handle crude oil, fertilizers, spices and seafood. Gateway for Lakshadweep and Middle East routes. Then important shipbuilding centers ആണല്ലേ ഏത് പറയുന്നത് നമ്മുടെ കൊച്ചിൻ പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വെസ്റ്റേൺ പോർട്ടുകൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക. ഇറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഡിസ്കസ് ദി വേരിയസ് ജോഗ്രഫിക്കൽ ഇക്കോണമിക്കൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ. ഇതിൽ ഈ സോഷ്യോ കൾച്ചറൽ മാത്രമായിട്ട് ചോദിക്കാട്ടോ. ഓക്കെ, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് മാത്രമായിട്ടും ചോദിക്കാൻ ചാൻസ് 2 മാർക്കും ഷോർട്ടൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ കഴിഞ്ഞ എക്സാമിനൊക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കും അല്ലേ. ഓക്കെ, അതിലൊന്നാണ് അവൈലബിലിറ്റി ഓഫ് വാട്ടർ അല്ലെ. വെള്ളം എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന് എന്താണ് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് എന്ത് പറയുന്നത് വെള്ളം എന്ന് പറയുന്നത്. അപ്പോ ശുദ്ധജലം സുലഭമായ പ്രദേശങ്ങളിൽ താമസിക്കാനാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. വെള്ളം കുടിക്കാനായാലും കുളിക്കാനായാലും പാചകം ചെയ്യാനൊക്കെ നമുക്ക് എന്താണ് വെള്ളം അത്യന്ത ആവശ്യമാണ്. മറ്റൊന്നാണ് ലാൻഡ് ഫോംസ്, ഭൂരൂപങ്ങൾ അറിയാലോ. അപ്പൊ നമ്മള് പരന്ന സമതലങ്ങളിലും മൃദുവായ ചെരിവുകളിലും വീട് വെക്കാനും ജീവിക്കുവാനുമാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അതെന്താണ് അത്തരം പ്രദേശങ്ങളിൽ വിളകളുടെ ഉൽപാദനത്തിലും റോഡുകളുടെ വ്യവസായം നിർമ്മിക്കുന്നതിനും എന്തായിരിക്കും വളരെ അനുകൂലമാണ്. എന്നാൽ മൗണ്ടെയിൻസ് ആൻഡ് ഹില്ലി ഏരിയാസ് നോക്കുമ്പോഴോ അവിടെ നമുക്ക് ഗതാഗത സൗകര്യങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും. ബാക്കിയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അവിടെ എന്താകും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആളുകൾക്ക് എന്താവില്ല അത്ര താല്പര്യം ഉണ്ടാവില്ല അത്തരം പ്രദേശങ്ങളിൽ വീട് വെക്കാൻ. പക്ഷെ നാച്ചുറലി ബ്യൂട്ടിഫുൾ ആയിരിക്കും. യെസ്, ഈ പ്രദേശങ്ങളിൽ ജനസാന്ദ്രത കുറവാണ്. ഗംഗാ സമതലങ്ങൾ ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ്. അതേസമയം ഹിമാലയത്തിലെ പർവ്വത മേഖലകളിൽ ജനസാന്ദ്രത എന്താണ് വളരെ കുറവാണ്. ഇനി നമുക്ക് മറ്റു ക്ലൈമറ്റ് ആണ് അല്ലെ, കാലാവസ്ഥ നോക്കാം. ദെൻ വളരെ ചൂടുള്ളതോ നല്ല തണുത്തതോ ആയ പ്രദേശങ്ങളിൽ അല്ലെ തീവ്ര കാലാവസ്ഥകളിൽ മനുഷ്യന് ജീവിക്കാൻ എന്താണ് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ കുറച്ച് കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ആണെങ്കിൽ അവിടെ ആളുകൾ ജീവിക്കാൻ ഇഷ്ടപ്പെടും. ദെൻ മറ്റൊന്നാണ് സോയിലാണ്. ഇപ്പൊ നല്ല മണ്ണ് നമുക്ക് താമസിക്കാൻ മാത്രമല്ല കൃഷി ചെയ്യാനും ആണെങ്കിലും ഫെർട്ടിലിറ്റി സോയില് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ദെൻ ഇക്കോണമിക് ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഇക്കോണമിക്കൽ ഫാക്ടേഴ്സ് ആണ്. അതിലൊന്നാണ് മിനറൽസ്. ധാതു നിക്ഷേപമുള്ള പ്രദേശങ്ങൾ വ്യവസായങ്ങളെ ആകർഷിക്കുന്നു. ഖനന വ്യവസായിക പ്രവർത്തനങ്ങൾ തൊഴിലവസരങ്ങൾ ഒരുപാട് സൃഷ്ടിക്കുന്നുണ്ട്. തന്നെ അതിലൊന്നാണ് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം. വ്യവസായവൽക്കരണം ധാരാളം ആളുകൾക്ക് നല്ല രീതിയിൽ തൊഴിലവസരങ്ങൾ നൽകുന്നുണ്ട്. മാത്രമല്ല വ്യാവസായിക മേഖലയിൽ ജീവിക്കാൻ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. ദെൻ ഇന്ത്യയിലെ ബീഹാർ, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ അധിക ജനസാന്ദ്രത ഉണ്ടാകുവാനുള്ള കാരണം എന്താണ് അവിടെയുള്ള വ്യവസായ വൽക്കരണമാണ്. ഇനി നമുക്ക് നോക്കാം ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് അല്ലെ. എന്തൊക്കെയാണ് ഗതാഗത സൗകര്യങ്ങൾ വികസിച്ച സ്ഥലങ്ങളിൽ ജനസംഖ്യ കൂടുതൽ കേന്ദ്രീകരിക്കപ്പെടുന്നതായി കാണാം. ഓക്കെ, ദെൻ അതിന്റെ എക്സാമ്പിൾ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്, സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ നോക്കാം. ലോകത്തിലെ അധിക ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഇടങ്ങളായി നമുക്കത് കാണാൻ പറ്റും. പൊളിറ്റിക്കൽ റിസോഴ്സസ് ഓൾസോ ഇൻഫ്ലുവൻസ് പോപ്പുലേഷൻ. പീപ്പിൾ ഓൾസോ ലിവ് ഇൻ ഡെൻസ്ലി പോപ്പുലേറ്റഡ് പ്ലേസസ് ഓഫ് ദി റിലീജിയൻസ് ഇമ്പോർട്ടൻസ്.
രാഷ്ട്രീയ കാരണങ്ങളും ജനസംഖ്യ സ്വാധീനിക്കുന്നു. മാത്രമല്ല മതപരമായി പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലും ജനങ്ങൾ തിക്കിപ്പാർക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഗുരുവായൂർ, തിരുപ്പതി, തിരുവനന്തപുരം എന്താണ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. Then it's very important 4 pillars of human development. ഓക്കെ, ഏതൊരു എക്സാമിനും നമുക്ക് ഷോർട്ട് എസ്സേ ആയിട്ടോ എസ്സേ ആയിട്ടോ പ്രതീക്ഷിക്കാം. മാനവിക വികസനത്തിന്റെ 4 തൂണുകൾ, 4 pillars ഏതൊക്കെയാണ് അറിയാലോ. ഫസ്റ്റ് വൺ ഈസ് ഇക്വിറ്റി, പിന്നെ സബ്സ്റ്റൈനബിലിറ്റി, പ്രൊഡക്ടിവിറ്റി ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് എംപവർമെന്റ്. തുല്യത, സുസ്ഥിരത, ഉൽപാദനക്ഷമത, ശാക്തീകരണം അല്ലെ. അപ്പൊ ഇത് എന്ത് ചെയ്യാ, ഇത് ഓരോന്നും പഠിക്കണം. എന്താണ് ഇക്വിറ്റി? എന്താണ് എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ ലഭ്യമാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്വിറ്റി. അവിടെ ഒരു അസമത്വം കാര്യങ്ങളുണ്ട്, എല്ലാവർക്കും എന്താണ് ഈക്വൽ ആണ്. ലിംഗഭേദം, വംശം, വരുമാനം, ഇന്ത്യൻ സാഹചര്യത്തിൽ ജാതി എന്നിവ പരിഗണിക്കാതെ ആളുകൾക്ക് ലഭ്യമായ അവസരങ്ങൾ തുല്യമായിരിക്കണം. എന്നിരുന്നാലും ഇത് പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കുക. മിക്കവാറും എല്ലാ സമൂഹത്തിലും അത് സംഭവിക്കുമ്പോൾ എന്താവും, അവിടെ ഇനീക്വാലിറ്റി നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്നാണ് ഏത്, സസ്റ്റൈനബിലിറ്റി, സുസ്ഥിരത. ഇവിടെ എന്താണ്, അവസരങ്ങളുടെ ലഭ്യതയിൽ ഉള്ള ഒരു തുടർച്ച എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ സുസ്ഥിരമായ മനുഷ്യ വികസനം ഉണ്ടാവണമെങ്കിൽ ഓരോ തലമുറയ്ക്കും ഒരേ അവസരങ്ങൾ ഉണ്ടാകും. ഇന്നത്തെ തലമുറയ്ക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും എന്ത് വേണം, ആ അവസരങ്ങൾ ഉണ്ടായിരിക്കണം. എല്ലാ പരിസ്ഥിതികവും സാമ്പത്തികവും മാനുഷികവും എല്ലാ വിഭവങ്ങളും ഭാവിയെ കണക്കിലെടുത്ത് ഉപയോഗിക്കണം. ഈ വിഭവങ്ങളിൽ ഏതെങ്കിലും ദുരുപയോഗം ചെയ്താൽ ഭാവി തലമുറയ്ക്ക് അത് കുറച്ച് അവസരമേ ഉണ്ടാക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? ഫോർ എക്സാമ്പിൾ എന്താണ്, നമ്മളെ പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം നമ്മൾ ഈ തുണിസഞ്ചി അറിയാലോ ഉപയോഗിക്കുമ്പോൾ എന്താകും, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറച്ച് അത് മാലിന്യം കുറയ്ക്കാനൊക്കെ അത് സഹായിക്കും. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കാട്ടോ. മറ്റൊന്നാണ് പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത. എന്താണ്, മനുഷ്യാധ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉൽപാദനക്ഷമത എന്നാൽ ആളുകളിൽ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിലൂടെ അത്തരം ഉൽപാദനക്ഷമത നിരന്തരം സംഭവമാക്കാം. രാഷ്ട്രങ്ങളുടെ യഥാർത്ഥ സമ്പത്ത് പറഞ്ഞാൽ ആരാണ്, നമ്മളല്ലേ, മനുഷ്യരല്ലേ. യെസ്, അവിടുത്തെ ആളുകളാണ്. എന്നാൽ ആ ആളുകൾക്ക് അറിവ് വർദ്ധിപ്പിക്കുന്നതിനോ മെച്ചപ്പെട്ട ആരോഗ്യ സൗകര്യങ്ങൾ നൽകുന്നതിനോ ഉള്ള ശ്രമങ്ങൾ അത്യാന്തികമായി മികച്ച പ്രവർത്തനക്ഷമതയിലോട്ട് നയിക്കുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടോ, നോക്കുക. ലാസ്റ്റ് വൺ ഈസ് എംപവർമെന്റ്, ശാക്തീകരണം. എന്താണ്, തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള ഒരു ശക്തി ഉണ്ടായിരിക്കുക എന്നതാണ്. അത്തരം ശക്തി ലഭിക്കുന്നത് സ്വതന്ത്രവും കഴിവും വർദ്ധിപ്പിക്കുന്നതിൽ നിന്നാണ്. ജനങ്ങളെ ശാക്തീകരിക്കാൻ നല്ല ഭരണവും ജനാധിഷ്ഠിത നയങ്ങളും ആവശ്യമാണ്. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ ശാക്തീകരണം പ്രത്യേക പ്രാധാന്യം ഉണ്ട്. ഓക്കെ ആണല്ലോ. വെരി ഇമ്പോർട്ടൻറ്റ് 4 pillars ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാമിംഗ് മെത്തേഡ് ആണ്. പഠിച്ചിട്ടുണ്ടല്ലോ ഏതൊക്കെയാണെന്നുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ, ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ, പ്രാകൃത ഉപജീവന കൃഷി, തീവ്രമായ ഉപജീവന കൃഷി. ഇതിൽ എന്താണ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ? എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇവിടെ നമുക്ക് ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഇവിടെയൊക്കെ നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്ത് കാണാൻ പറ്റും. നമ്മൾ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചറിനെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ ഇത് നമ്മള് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ എന്നും അറിയപ്പെടുന്നുണ്ട്. ദെൻ 3-4 വർഷം
കൃഷി ചെയ്താൽ മണ്ണിന്റെ ഫലപുഷ്ടത നഷ്ടപ്പെടും. അതിനാൽ കർഷകർ ആ ഭൂമി മാറ്റിയിട്ട് മറ്റൊരു ഭാഗത്തേക്ക് മാറുകയും ആ പ്രക്രിയ അങ്ങനെ ആവർത്തിക്കുകയും ചെയ്യുന്നതിനാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഷിഫ്റ്റിംഗ് കൃഷി നമ്മൾ പല ഭാഗങ്ങളിലും എന്താണ് ജംപ് ചക്രം എന്താകും, ഇതിന്റെ ജംപ് സൈക്കിള് വീക്ക് ആവാറുണ്ട്. ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനെ പല ഉത്തരേന്ത്യയിൽ എന്താ വിളിക്കുന്നത്, ജോമിങ് എന്നും, മധ്യ അമേരിക്കയില് മെക്സിക്കോയിലും മിൽപ്പ എന്ന പേരിലും, നമ്മുടെ ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഇതിനെ ലഡാങ് എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ഈ മൂന്ന് പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്ന പേരുകളൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ ആണല്ലോ. ഇന്റൻസീവ് സബ്സ്റ്റൻസ് അഗ്രികൾച്ചർ, മൺസൂൺ മഴയുള്ള ഏഷ്യയിലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലാണ് നമുക്ക് തീവ്രമായ ഈ ഒരു ഉപജീവന കൃഷി കാണപ്പെടുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഏത്, വെറ്റ് പാഡി കൾട്ടിവേഷൻ. എന്താണ്, നനഞ്ഞ നെൽകൃഷിയാണ് പ്രധാനമായും. നമ്മൾ ഈ നെൽകൃഷി ചെയ്യാൻ പ്രധാനമായും നമ്മൾ വെക്കുന്ന നിലം ഏതാണ്, കുറച്ച് വെറ്റായിട്ടുള്ള നനഞ്ഞ നിലമായിരിക്കും. ജനസാന്ദ്രതയുള്ള പ്രദേശമായതിനാൽ അവരുടെ ഭൂവുടമകൾ വളരെ ചെറുതാണ്. കർഷകരും കുടുംബവും ചെറുകിട കൈവശ ഭൂമിയിൽ കഠിനാധ്വാനം ചെയ്യുകയും അതുവഴി ലഭ്യമായ ഭൂമി തീവ്രമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. യെസ്. മറ്റൊന്നാണ് ഏത്, നോൺ പാഡി കൾട്ടിവേഷൻ ആണ്, ഇതര കൃഷികളാണ്. ഇവിടെ എന്താണ്, നെല്ലൊഴികെയുള്ള വിളകളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ കൃഷി ചെയ്യുന്നത്. അവിടുത്തെ കാലാവസ്ഥ, മണ്ണ്, മറ്റ് ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ എന്നിവയിലെ വ്യത്യാസങ്ങൾ കാരണം ഈ പ്രദേശങ്ങളിൽ നെൽകൃഷി ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട എന്താണ്, 4 different phases of population growth in India. ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചയുടെ ഒരു 4 ഘട്ടങ്ങളുണ്ട്, അറിയാലോ. ഫസ്റ്റ് വൺ ഈസ് 1901 to 1921. Then phase 1 ആണ്. phase 2 1921 to 1951. Then phase 3 1951 to 1981. The last one phase 4 1981 to 2001. അപ്പൊ എന്ത് ചെയ്യാ, ഓരോ ഫേസും എന്താണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഓരോന്നും പഠിച്ചു വെക്കണം. ഇതിൽ ഫേസ് 1 നോക്കൂ നിങ്ങൾ. എന്താണ്, ജനസംഖ്യയുടെ ഒരു മുരടിച്ച നിശ്ചലാവസ്ഥയിലുള്ള ഒരു ഘട്ടമായിരുന്നു ഏത്, ഫേസ് 1 എന്ന് പറയുന്നത്. പക്ഷെ ഫേസ് 2 ആയപ്പോ ഒന്നും കൂടെ മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. 1951 മുതൽ 81 വരെയുള്ള കാലഘട്ടമാണ് ഏത്, ഫേസ് 3 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. എന്ന് പറയുന്നത് ഈ ജനസംഖ്യ വിസ്ഫോടനത്തിന്റെ കാലഘട്ടമാണ്. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യാ, അത് പോപ്പുലേഷൻ, the period of population explosion in India. So very important. 4ാം ഘട്ടം എന്താണ്, ജനസംഖ്യയുടെ വളർച്ചാ നിരക്ക് ക്രമേണ കുറഞ്ഞു വരുന്ന ഒരു പ്രവണത നമുക്ക് ഈ കാലഘട്ടത്തിൽ ദൃശ്യമാകുന്നുണ്ട്. അപ്പൊ ഓരോന്നും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും എല്ലതും. അപ്പൊ എന്ത് ചെയ്യുക, ഓരോന്നും നിങ്ങൾ എസ്സേക്ക് പഠിച്ചോളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ എസ് ചോദിച്ചില്ലെങ്കിൽ ഇതിൽ എന്തായാലും എസ്സേ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇനി നിങ്ങൾക്കത് ബാക്കിയുള്ളവ ചോദിച്ചില്ലല്ലോ എന്നുള്ള വിഷമങ്ങൾ വേണ്ട, അത് ഷോർട്ടസ്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കും. അപ്പോൾ ഓക്കെ ആണല്ലോ. നിങ്ങൾക്ക് എല്ലാ കാര്യം മനസ്സിലായെന്ന് കരുതുന്നുണ്ട്. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റിലൂടെ രേഖപ്പെടുത്തുക. മാക്സിമം നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നമ്മുടെ നോട്ട് ലഭിക്കണം നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ +2 സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നോട്ട്സ്, ഡെയിലി സ്റ്റഡി പ്ലാൻ, മൈക്രോ ബീറ്റ് ആൻഡ് ലൈവ് ലിങ്ക് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെ എജുപോർട്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ന്യൂ ബൂസ്റ്റർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് വരാൻ പോകുന്ന നമ്മുടെ പബ്ലിക് എക്സാം, മോഡൽ എക്സാം ഒക്കെ ഉണ്ട്. നല്ല മാർക്കോടെ പാസ്സാക്കാൻ വേണ്ടേ. അപ്പോൾ നമ്മൾ ഈടാക്കുന്നത് 1999 ആണല്ലേ, 1999. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. ഒരുപാട് കാര്യം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ ഫുൾ ചാപ്റ്റർ ആക്സസും ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, അതുപോലെ തന്നെ സബ്ജക്ട് വൈസ് ക്ലബ്ബ്, പേഴ്സണൽ മെന്ററിംഗ്, 3 സെറ്റ് ഓഫ് എക്സാംസ്, റിവിഷൻ ആൻഡ് മോഡൽ എക്സാംസ്. ഫെബ്രുവരി 1st വീക്ക് ആവുമ്പോഴേക്കും നമ്മുടെ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ലാസ്റ്റ് വൺ ഈസ് എന്താണ് ഫുൾ
മാർക്ക് അല്ലെ. A+ ആണ് നമ്മുടെ ലക്ഷ്യം. A+ ആവണം നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ഒരു ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. ഓക്കെ ആണല്ലോ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.